ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നൂർ ഹബീബ് ആറ്റക്കോയ തങ്ങളെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ശരിക്കും നൂർ ഹബീബ് ആറ്റക്കോയ തങ്ങൾ ശരിക്കും തങ്ങളാണോ മഹാനാണോ വലിയാണോ? ഇദ്ദേഹത്തിൻ്റെ പദവി എന്താണ്? ഇദ്ദേഹം ശരിക്കും ജനങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ടോ? എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. പക്ഷെ ഇദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് ആളുകൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ ലൈവായിട്ട് നിങ്ങളോട് പറയാനുണ്ട്. എന്താണ് ഇവർ പറയുന്നത്? ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ശരിയുണ്ടോ? അതെ, ഇദ്ദേഹം പറയുന്നതെല്ലാം ശരിയാണോ? എന്താണ് ഇദ്ദേഹം ചെയ്യുന്നത്? വല്ല ആത്മീയ ചൂഷണം നടത്തുന്നുണ്ടോ? അതെ, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ശരിയുണ്ടോ എന്നെല്ലാം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം. എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളത്? നമുക്കൊന്ന് വീഡിയോയിലൂടെ പോയി നോക്കാം. എത്ര വർഷമായി? 5 കൊല്ലമായി മാനസികമായി ലോകത്തിൽ കിടന്ന് പണിക്ക് പോകൂല. ഒരുപാട് മരുന്നുകൾ കഴിച്ചു, ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. എത്ര പ്രാവശ്യം തങ്ങൾക്ക് വന്നിരുന്നോ? എത്ര പ്രാവശ്യം വന്ന? എല്ലാം തങ്ങൾ പാപ്പ എന്താ പറഞ്ഞത്? മാറിക്കോളുമെന്ന് തങ്ങൾ പാപ്പ പറഞ്ഞു. ആ രോഗം മാറി. ഇപ്പൊ പണിക്ക് പോകുന്നുണ്ടോ? പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പോകുന്നുണ്ട്. ചെലവിന് ചെലവിനും കൊടുക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗം ഒരാൾക്കും അല്ലാഹു തആല കൊടുക്കാതിരിക്കുമാറാകട്ടെ. സലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നവർക്കും അല്ലാഹു തആല അതിന്റെ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇതാണ് തങ്ങൾ പാപ്പാന്റെ നാവിന്റെ അർത്ഥം മനസ്സിലാക്കണം കേട്ടോ. ഇപ്പൊ തക്ബീർ ചൊല്ലിക്കാണ്. മനോഹരമായ അരപ്പവൻ തൂക്കമുള്ള കമ്മലാണ്. കാര്യം ഞാൻ പറഞ്ഞുതരാം. കാരണം ഇത് ആൾക്കാർ വെറുതെ വാങ്ങിച്ചു കൊണ്ടേ കൊടുക്കൂലല്ലോ അല്ലേ? സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ? 60,000 രൂപ ഇപ്പൊ സ്വർണ്ണത്തിന് വില അത്രയല്ലേ? 60 53,000 രൂപ ഒരു പവൻ സ്വർണം. ഇത് അരപ്പവനുണ്ട്. അള്ളാഹു തന്ന ഉമ്മക്ക് എല്ലാവിധ ബറക്കത്തും ഖൈറും നൽകുമാറാകട്ടെ. ആരാണോ അണിയുന്നത് അവര് അള്ളാഹുവിനോട് ദുആ ചെയ്യും. എത്തിമക്കള് ഓരോ വീടിന്റെ ഉമ്മറപ്പടിയിലും വീടിന്റെ ഉള്ളിൽ നിന്ന് 5 വക്ത് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും. അള്ളാഹുവേ, എനിക്ക് ഈ ജീവിതം നിന്ന് ആരാണെങ്കിലും അവർക്ക് ഖൈറും ബറക്കത്തും നൽകണേ എന്ന്. അതുകൊണ്ടാണ് യത്തീമിനൊക്കെ നമ്മൾ സംരക്ഷിക്കണേ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് യത്തീമക്കളെ കാണുമ്പോൾ അവരെ തലയില് കൈ വയ്ക്കുക എന്ന് പറഞ്ഞത്. അങ്ങനെ വിൽക്കാൻ ഒരുപാട് നാളായി സ്ഥലം വിൽക്കാൻ വെച്ചത്. ഒരുപാട് നാളായി സ്ഥലം വിൽക്കാൻ വെച്ചത്. അൽഹംദുലില്ലാ ഇവിടെ വന്നു സ്ഥലം വിൽക്കുമെന്ന് പറഞ്ഞ് അൽഹംദുലില്ലാ അത് വിറ്റു. അതിന്റെ ഒരു സന്തോഷത്തില് ആ യത്തീം മക്കൾക്ക് ഒരു അരപ്പവൻ തൂക്കമുള്ള അതിമനോഹരമായ കമ്മൽ സമ്മാനം നൽകിയതാണ്. അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. ഈ ഉമ്മയുടെ കടങ്ങളൊക്കെ അള്ളാഹു വീട്ടിൽ കൊടുക്കട്ടെ. നമ്മുടെ കടങ്ങളും അള്ളാഹു വീട്ടിൽ തരട്ടെ. മലക്കുൽ മൗത്ത് അസ്റായിൽ റൂഹിനെ പിടിക്കാൻ വരുമ്പോൾ 1 രൂപ കടക്കാരനാക്കി അള്ളാഹു നമ്മെ എത്തിക്കാൻ എല്ലാ കടങ്ങളും വീട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് സലാത്തുൽ ഫാത്തിഹ ചൊല്ലി മരിക്കാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ഖബർ വിശാലമാക്കുമാറാകട്ടെ. നിങ്ങൾ സംസാരിക്കാതിരിക്കണം. ഞാൻ അവിടെ യാസീൻ ഒരു നല്ല സംസാരമായിരുന്നു. അതുകൊണ്ട് 10 വട്ടുണ്ട്. ഒന്നാമത് കറണ്ടില്ല. ഒരു യാസീൻ ഓതാൻ നമ്മൾ സൗണ്ട് പയ്യെ ഓതിയിട്ട് കാര്യമില്ല, ഒച്ചയിൽ ഓതാം. അപ്പൊ നിങ്ങൾ സംസാരം വളരെ കുറച്ച്. ഞാൻ എപ്പോഴും പറയുന്നത് മാതിരി നിങ്ങൾക്ക് നാളെ ഫദ്ല് പറയണം. തൗഫീക്ക് നൽകട്ടെ. ഫദ്ല് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു തക്ബീർ ഉമ്മാക്ക് വേണ്ടി ചെല്ലണം. അല്ലാഹു ആ തക്ബീറിന്റെ ബറക്കത്ത് കൊണ്ട് നാളെ ഫദ്ല് പറയാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പൊ തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ لا إله إلا الله والله أكبر الله أكبر ولله الحمد. 2 സ്വർണ്ണാണ്. ഒന്ന് എനിക്കുള്ളതാണ്. ഞാൻ കുറെ പറിച്ചു വേണ്ടാണ്. അപ്പൊ ഒരു മോള് കൊടുത്തയച്ചതാണ്. ഇത് എത്തിമക്കൾക്കുള്ളതാണ്. ഒന്ന് മോളെ വയറ്റിൽ മുഴ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ അല്ലാഹു ഷിഫായി കൊടുത്തു. ഇവിടെ വന്നീനോ? ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പിന്നെ മുഴ ഉണ്ടായില്ല. 2 വട്ടം മോളെ കെട്ടിച്ചു, 2 ഒഴിവാക്കി. 3ാമത് ഇവിടെ വന്നു. ഇപ്പൊ കല്യാണവും ശരിയായി. പിന്നെ മകന് ഗൾഫിക്ക് പോയ ആഗ്രഹമുണ്ട്, അതും റെഡിയായി. ഫളിലാണ്, ഒക്കെ ഫളിലാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു തന്നവർക്ക് അള്ളാഹു സന്തോഷം അള്ളാഹു നൽകട്ടെ. നിങ്ങൾ ഇതുപോലെ ശ്രമിച്ചിരുന്ന നിങ്ങൾക്ക് നാളെ ഫളില് പറയാൻ പറ്റും. മനസ്സിലായോ? തക്ബീർ ചൊല്ലി അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. മകന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് അവിടെ ഇരിക്കേ കല്യാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നാണ്. അതായത് ആ പെൺമക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ 18 വയസ്സ് 20 വയസ്സായി കഴിഞ്ഞാൽ ഏതൊരു മാതാപിതാക്കൾക്ക് ഒരു ബേജാറാ.
സുരക്ഷിതമായ കൈകളിൽ എത്തിക്കണം. അള്ളാഹു വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളുണ്ടെങ്കിൽ അള്ളാഹു ഹൈറായ വരം അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. പിന്നെ അങ്ങനെ ആണുങ്ങളായി കഴിഞ്ഞാൽ 20-21 വയസ്സ് കഴിഞ്ഞ് പ്രവാസ ലോകത്തേക്ക് വിടും. പിന്നെ ഒരു പെണ്ണന്വേഷിക്കും. ഒരു മരുമോളൊക്കെ കൂട്ടിക്കൊണ്ടുവരുന്ന ആഗ്രഹം ഉണ്ടാവും. അൽഹംദുലില്ലാഹ് ഉമ്മായി ഇവിടെ വന്ന് തങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ആ മകന്റെ കല്യാണം റെഡിയാവുമെന്ന് പറഞ്ഞ് കല്യാണം റെഡിയായി. നിശ്ചയിച്ച കല്യാണം കഴിഞ്ഞ ബിരിച്ചിലല്ല ബിരിയാണി ഒന്നുമില്ല. കല്യാണം കഴിഞ്ഞ് അള്ളാഹു ആ പൊന്നുമോന്റെ കുടുംബത്തിൽ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. സ്വാലിഹായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തവർക്ക് അള്ളാഹു ഹൈറായ മക്കളെ കൊടുക്കട്ടെ. ഇതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ വന്നു തങ്ങളെ കണ്ട് കണ്ണീരൊക്കെ വാതിലാക്കി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാഹ് അത് ശിഫ നൽകി. അള്ളാഹു മരണം വരെ അങ്ങനെ വയറുവേദന അള്ളാഹു കൊടുക്കാതിരിക്കും. അങ്ങനെ എന്തെങ്കിലും രോഗത്തിന് അണുക്കൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അള്ളാഹു കരിച്ചു കളയട്ടെ. ക്യാൻസർ എന്ന് പറയുന്ന രോഗം 15 വർഷങ്ങൾക്ക് മുമ്പ് കയറുന്നതാണ് ശാസ്ത്രം. അത് സലാത്തുൽ ഫാത്തിഹ ചൊല്ലി എത്രയോ ക്യാൻസർ മാറിയിട്ടുണ്ട്. അള്ളാഹു അങ്ങനത്തെ രോഗങ്ങളെ തൊട്ട് നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ ഈ സഹോദരിക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആമീൻ പറ വെച്ചാല് ആ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ആമീൻ പറയാൻ നിങ്ങൾക്ക് മടിയെന്താണ്? അത് ഞാൻ ഒരാൾ ദുആ ചെയ്ത് ആമീൻ പറഞ്ഞു. അപ്പൊ ഇൻഷാ അല്ലാഹ് സഹോദരിക്ക് വേണ്ടി ഒരു തക്ബീർ ചൊല്ലണോട്ടാ. ആ തക്ബീറിന്റെ ബറക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് നാളെ ഫദ്ൽ പറയുന്ന അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തക്ബീറിലെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവിടെ വന്നു ഒരുപാട് പ്രയാസമായിട്ട് വന്നു. ഏതൊരു കുറിയെ കൂടി ആകെ കുടുങ്ങി. അപ്പൊ തങ്ങൾ പാപ്പ അടുത്ത് വന്നപ്പോ തങ്ങൾ പാപ്പ നാവ് കൊണ്ട് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നീ പെട്ടെന്ന് കഴിച്ചില്ലാമായിരുന്നു, ഇൻഷാ അല്ലാഹ് രക്ഷപ്പെടുന്നു. ഇതിപ്പോ പ്രവാസ ലോകത്തേക്ക് പോയി അവിടെ അധ്വാനിക്കാൻ തുടങ്ങി. അതിൽ നിന്ന് കിട്ടിയ പൈസയിൽ ഒരു വിഹിതം തങ്ങൾക്ക് കൊടുത്താണ്. അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. പ്രവാസ ലോകത്തുള്ള എല്ലാ പ്രയാസവും അള്ളാഹു മാറ്റിത്തരട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞത്. സലാത്ത് ചെല്ലുന്ന നാവ് കൊണ്ട് എന്ത് പറഞ്ഞാലും ഓക്കെയാണ്. ആ ഒരുപാട് പ്രയാസങ്ങളൊന്നും പറയില്ല. ഒരു കാര്യം പറഞ്ഞാൽ ബാക്കിയൊക്കെ ഇൻഷാ അല്ലാഹ് മനസ്സിൽ എത്തിച്ചു. അപ്പൊ ഇൻഷാ അല്ലാഹ് പാവപ്പെട്ട പ്രവാസികൾ അള്ളാഹു അവർക്ക് എല്ലാവർക്കും അല്ലാഹ് ക്ഷമ നൽകുമാറാകട്ടെ. അവരുടെ എല്ലാ പ്രയാസവും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ പ്രവാസ ലോകത്തുണ്ടോ ആ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു സലാത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഗാമീന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. മയ്യത്ത് പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു അവസ്ഥ പ്രവാസികൾക്ക് അള്ളാഹു കൊടുക്കാതിരിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു തക്ബീർ അവർക്ക് കൊണ്ട് ചെല്ലണം. ഇതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ജനങ്ങൾക്ക് അവിടെ വരുന്ന ആളുകൾക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വിശ്വസിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഏതായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. നാളെ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.